പ്രകാശിന് എൻ്റെ ഒരു സുഹൃത്താണ്. അതെന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചോദിക്കണമല്ലോ, ഇയാൾ ഗ്ലൂ വീട്ടിൽ കൊണ്ട് വെച്ചോ, അല്ലെങ്കിൽ ഇയാൾ യൂണിഫോമിൻ്റെ അകത്ത് സൈസ്, അതാണ് ഞാൻ കേട്ടത്. യൂണിഫോം കൊടുത്തു, ലാർജിന് പകരം മീഡിയമാണ് കൊടുത്തത്, എക്സ്ട്രാ ലാർജാണ് കൊടുത്തതെന്നൊക്കെ കേട്ടു. അപ്പോൾ പ്രകാശ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. CBSEയുടെ പൈസ എടുത്തിട്ട് ഞാൻ എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ അറിയുന്നതോടൊപ്പം പലരും അറിയും. അപ്പം നിങ്ങൾ ഈ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ മുന്നണിയുടെ ഒരു സംവിധാനത്തിൽ വളരെയധികം കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്. അതായത് നിസാർ തിളങ്കര വീണ്ടും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്, ശ്രീപ്രകാശ് സെക്രട്ടറി ആവുന്നു, ജിബി ബേബിയെ നമ്മുടെ ബ്രദറാണ്, പുള്ളിയും വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ വർഷത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കാര്യക്ഷമമായ നേതൃത്വം കൊടുക്കുന്നതിൽ ഇടപെട്ട ആളാണ്. പിന്നെ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെമ്മാറയാണ്, സാധുവായ ഒരു മനുഷ്യൻ, പാലക്കാട്ടുകാരനായ മനുഷ്യൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം മാത്രമാണ്. പിന്നെ അദ്ദേഹം ആരെ കണ്ടാലും ഫോട്ടോ എടുക്കും. പിന്നെ ഇപ്പോൾ കൂടെയുള്ള ജൂഡ്സൺ ഉണ്ട്, നിങ്ങളുടെ കൂടെ ജേക്കബ് ഉണ്ട്, രാജു വർഗീസ് നമ്മുടെ ജോയിന്റ് ട്രഷററായിട്ട് മത്സരിക്കുന്നു, സുധീർ അല്ലേ പാട്ടത്തിൽ, അബ്ദുൽ മനാഫ് ഉണ്ട്, ഇടവന മുരളീധരനും ഞാനുമായിട്ടൊക്കെ ഉള്ള 1996 പരിചയമുണ്ട്, ബന്ധമാണ്. ആണാണ് മുരളിബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ ഏത് കാര്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും ഇറങ്ങിച്ചെല്ലുന്ന ഒരാളാണ്. നല്ല മനുഷ്യനാണ്. മനാഫ് കുന്നിൽ, പ്രഭാകരൻ പയ്യന്നൂർ, പ്രതീഷ് ചിത്ര, താലിബ് നമ്മുടെ ബ്രദറാണ്. ഇവരെയൊക്കെ ജയിപ്പിക്കണമെന്ന് ആണ് നിങ്ങൾ എല്ലാവരോടും ഇപ്പോൾ പറയുന്നത്. ജയിക്കണം അല്ലേ? എല്ലാവരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ പിന്നെ ആരോപണത്തിന് നിങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. അത് നിങ്ങളെ അറിയാവുന്നവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ അസോസിയേഷൻ്റെ ഇനി വരാൻ പോകുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള ആരോപണ വിധേയരാണ്, നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം നമ്മൾ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾക്കിപ്പം ഇത്രയും സ്വർണ്ണത്തിനൊക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് ആനുവൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 ഗ്രാം സ്വർണ്ണമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ഒരു ആശ്വാസമാണ്. നിങ്ങളൊരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം ആരോപണ വിധേയരല്ല. ആരോപണ വിധേയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒരു പുകമറ മാത്രമാണ്. ഇപ്പോൾ പകലാണ് എന്ന് പറഞ്ഞാൽ രാത്രി ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ പകലല്ല. ഇത് ആളുകൾക്ക് അറിയാം. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പൊട്ടിപ്പുറപ്പെടുന്ന ചില അഴിമതിയുടെ പൈപ്പുകൾ തുറക്കുന്നതാണ് എന്നത് ആളുകൾക്കറിയാം. ഒരു സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും വളരെ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയും സ്കൂളിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു 2 വർഷക്കാലമാണ് കഴിഞ്ഞു പോയത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിനും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് സൊസൈറ്റിക്കും എല്ലാം അറിയാം. അതിനുവേണ്ടി നമ്മളെടുത്ത എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചും നമ്മൾ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത എഫർട്ടുകളെ കുറിച്ച് അറിയാം. അപ്പോൾ ആ ടീം തന്നെ തുടരേണ്ടത് പുതിയ കാലത്തിലേക്ക് ഇന്ത്യൻ അസോസിയേഷനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എന്നതും ബോധ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്ത് എങ്ങനെയാണ് ERP സിസ്റ്റം കൃത്യമായുള്ള ഒരു സ്കൂൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടക്കുന്ന STEM ലാബുള്ള ഒരു സ്കൂൾ എന്നൊക്കെ തുടങ്ങി ആ സ്കൂളിൽ എജുബ്രിസ്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂൾ, RFID വെച്ചിട്ട് കുട്ടികളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചെയ്യുന്നൊരു സ്കൂൾ, പുതിയ ബിൽഡിംഗ് പെർമിഷൻ കിട്ടി ആ സ്കൂളിനെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു സ്കൂൾ, നോർമൽ ഓപ്പറേഷൻസിലേക്ക് മാത്രം ചുരുക്കപ്പെട്ട ഒരു കമ്മിറ്റിക്ക് അപ്പുറത്ത് നിന്ന് പുതിയ ലോകത്തെ പുതിയ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ കഴിവുള്ള മാനേജിംഗ് കമ്മിറ്റിയാക്കി മാറ്റപ്പെട്ട ഒരു തലമുറയിലേക്ക് ഇത് മാറേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് സമൂഹത്തിന് മുമ്പിൽ അവശേഷിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 45 വർഷം മുമ്പ് ദാമോദരേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്കൂളിൻ്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ ഞെളിഞ്ഞു നടക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്ത് പുതിയ കാലത്ത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ കോളേജ് വേണ്ടേ? നമ്മളതിൻ്റെ ശ്രമങ്ങൾ നടത്തണ്ടേ? അധ്യാപകർക്കും അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷത്തിലെത്ത് പലതവണ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു ക്ലിനിക്കിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയണ്ടേ? ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കാലത്തേക്ക് വേണ്ടത്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇന്ന് നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അത് നമുക്കിപ്പോൾ ഒരു കമ്പനികളിൽ ചെന്നാലും, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ചെന്നാലും ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ഇഷ്യൂസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫാമിലിയുടെ ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ഏകദേശം 650 ദിറംസാണ് ഒരാളുടെ 599 ദിറംസാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. അവിടെ ഏകദേശം 3500-4000 വർത്തുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് കൊടുക്കുന്നത്. അതെ,
അതൊക്കെ വളരെ അത് വലിയ മാത്രം- കാര്യങ്ങൾ. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇതൊക്കെ കാലാനുസൃതമായി തുടർന്നു പോകുന്ന ചില കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് കാലാനുസൃതമായി നടന്നു പോകുന്നതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ. ഞങ്ങൾ വന്ന സമയത്ത് ആ ഇൻഷുറൻസ് പോയത് എത്ര രൂപയ്ക്കായിരുന്നു എന്നും രണ്ടാമത്തെ വർഷം ഇൻഷുറൻസിൻ്റെ നെഗോസിയേഷൻ നടത്തിയിട്ട്, കാരണം ആദ്യത്തെ വർഷം ഞങ്ങൾ തുടക്കക്കാരായിരുന്നു, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ വർഷം പോയത് നെഗോഷിയേറ്റ് ചെയ്തു. നെഗോഷിയേറ്റ് ചെയ്യുന്നത് 15 ദിവസത്തിനകത്ത്, സിസ്റ്റം ഡ്രിവൺ ആയിരുന്നില്ല അന്ന്. ഞങ്ങൾ ഡിസംബർ 15 തീയതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസക്കാലം കൊണ്ട് ചെയ്യേണ്ടിയിരുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കണം, പുസ്തകം കൊടുക്കണം, ഇൻഷുറൻസ് എടുക്കണം. ഇതൊക്കെ പല ടീമുകളായിട്ട് മാറിയിരുന്നപ്പോൾ ഒന്നുകൂടെ അതിനകത്ത് 1000 ദിറംസ് ഒരു ആളുടെ അടുത്തുനിന്ന് കുറയുന്നു എന്ന് പറഞ്ഞാൽ 1000 × 2000 എത്ര രൂപയുടെ വ്യത്യാസം വന്നു. ഈ നെഗോസിയേഷൻ ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിരുന്നു. കമ്മിറ്റി എല്ലാവരും ഒന്നിച്ചിരുന്ന് നടത്തിയ നെഗോസിയേഷനുകളുടെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയ മൊത്തം ലാഭം എത്രയാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടും. അത് എല്ലാറ്റിലും അതാണ്. ഇൻഷുറൻസിൽ, ടയറിൻ്റെ വിലയിൽ, എല്ലാ പർച്ചേസുകളിലും തുടങ്ങി സകല മേഖലകളിലും വെല്ലുവിളിച്ച് പറയാൻ പറ്റും. ഇക്കാലം കൊണ്ടുണ്ടാക്കിയ ഇത്രയും വളരെ സുതാര്യമായിട്ട് നടത്തിയ ഒരെണ്ണത്തിന് പോലും ഒരാൾക്കും വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയാത്ത കാലമാണ് ഇപ്പോൾ കടന്നുപോയത്. സത്യമായ കാര്യമാണ് പ്രകാശം. ഞാൻ പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു വെളിയിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾ, എല്ലാവരുമായിട്ടും അപ്പുറത്തുള്ള മുന്നണിയിലെ ആളുകളുമായിട്ട് സൗഹൃദം, ഇപ്പുറത്തുള്ള ആളുകളുമായിട്ട് സൗഹൃദം, എങ്കിലും നമുക്കും ചില അടുത്ത അറിയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്ന് എന്താണ് സത്യമെന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക്. ചിലപ്പോൾ മറ്റവർ എൻ്റെ ചോദ്യങ്ങളോ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തെ ഞാൻ ചോദിക്കുന്നത് മറ്റാർക്കെങ്കിലും ദോഷമുണ്ടാകുമെന്ന് ഭയക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇയാൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് നാളെ ഒരാൾ എന്നോട് ചോദിച്ചാലുള്ള മറുപടി, താങ്കൾ ഒരു ചോദ്യം എൻ്റെ അടുത്തിലേക്ക് ഉന്നയിക്കൂ, ഞാൻ ആരോടാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് കൂടാണ് എൻ്റെ രീതി. അപ്പം ഞാൻ എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് വരുന്ന പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് മെയ് 17-ാം തീയതി നടക്കുന്നതിലേക്ക് ആശംസകൾ നേരുകയാണ്. കാരണം സത്യസന്ധമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും നമുക്ക് പ്രത്യേകിച്ച് നിലപാടുകളും കൃത്യതയുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരില്ല. ഇനി താങ്കളുടെ ഊഴമാണ് എൻ്റെ പോഡ്കാസ്റ്റ് ചാനലിലൂടെ, വൈബ് ക്രിയേഷൻ മീഡിയയുടെ പോഡ്കാസ്റ്റ് ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പർമാരോടെ നിങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ആണല്ലേ? എനിക്ക് മൊത്തത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകത്തുകയാണ്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും ഒക്കെ അപ്പുറത്ത്, സാമ്പത്തികത്തിനും അല്ലെങ്കിൽ മറ്റ് വേർതിരിവുകൾക്കൊക്കെ അപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന പ്രവാസ രാഷ്ട്രീയം എന്ന ലക്ഷ്യം മാത്രം മുന്നിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ അസോസിയേഷനകത്തുള്ളത്. പുതിയ കാലത്തിലേക്ക് ഈ സ്കൂളിനെയും അതുപോലെ തന്നെ അസോസിയേഷനെയും അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നോർക്കയുടെ ഫീ ഫെസിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ച് അതുകൂടെ ഒന്ന് പറയേണ്ടതാണ്. പുതിയ സർക്കാർ വന്നതിനെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് പ്രവാസ ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, അക്ഷയ കേന്ദ്രത്തിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ ഈ സർവീസസിനുമുള്ള ഒരു കേന്ദ്രം എന്ന രൂപത്തിൽ ഇന്ത്യൻ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഈ അക്ഷയ കേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ ഈ സർവീസസ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും വരെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഔദ്യോഗിക ഏജൻസിയായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ സർക്കാരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങൾ അതിലും ശുഭപ്രതീക്ഷയിലാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പുതിയ സ്കൂള് വരേണ്ടതുണ്ട്. ഒരു നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സ് യുവൈസ സ്കൂളിനകത്ത് BOT ബേസിൽ പല കാര്യങ്ങളിലും നിങ്ങൾ നടത്തിയ ഇടപെടലുകൾ. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ഫ്ലൈറ്റ് എന്തായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് സംബന്ധമായ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറയുമായിട്ട് സ്വർണത്തിന്റെ ഒരു കേസിൽ അദ്ദേഹം പ്രദീപിന്റെ വളരെ കൃത്യമായ ഇടപെടലിലൂടെ അത് വളരെയേറെ സഹായം ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞത്, എനിക്കിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അതെ, അപ്പം ഞാൻ ചുരുക്കി പറയാം, ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമാണ് വളരെ ചുരുക്കി നമുക്ക് പറയാം. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ 2 വർഷക്കാലം കൊണ്ട് ഈ ടീം എന്ത് ചെയ്തു എന്ന് നിങ്ങളൊന്ന് നോക്കണം. എന്ത് വ്യത്യാസമാണ് പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് ഉണ്ടായത് എന്ന് നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ തുടരണം എന്നാണ്. നിങ്ങൾ കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ കാലത്തിലേക്കുള്ള കാൽവയ്പ്പുകൾ പുറകിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, പുതിയ തലമുറയെ പുതിയ ലോകത്തിലേക്ക് നയിക്കണമെങ്കിൽ ഈ തലമുറ തുടരണം, അല്ലെങ്കിൽ ഈ ടീം തുടരണം എന്ന് ഞാൻ പറയും. അതാണ് എനിക്ക് എല്ലാവരോടും ഞങ്ങൾ പറയും. അതിനോടൊപ്പം നിൽക്കണമെന്ന്
ഷാർജയിലെ പൊതുസമൂഹത്തോടും അതോടൊപ്പം ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പർമാരോടും ഹൃദയപൂർവ്വം വളരെയധികം നന്ദി. കാരണം ഞാൻ പറയുന്നത് മലയാളമേ നിൻ്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുളുമ്പുന്നത് ഏത് ഭാഷ എന്നാണ്. അപ്പോൾ വളരെ മലയാളത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ലേ? വളരെ നല്ല മലയാളം സംസാരിച്ചു. അതെ 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 അതെ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്താ അറിയോ, ഈ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറേ ആളുകളെ ഒരു പാനൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനൽ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വലിയ വലിയ സെലിബ്രിറ്റീസിനെ അല്ല, സിനിമാ നടന്മാരെയോ സിനിമാ നടികളെയോ ഒന്നുമല്ല, നമ്മുടെ ഈ പ്രവാസ ഭൂമിയിൽ ജീവിക്കുന്ന വളരെയധികം പിന്നെ അതൊരു ശുശ്രൂഷ രംഗത്തായാലും മ്യൂസിക്കായാലും നാടകമായാലും സാമൂഹ്യ സേവനമായാലും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈവൻ ഞങ്ങൾ ലേബർ ക്യാമ്പിൽ തന്നെ നമുക്ക് അവർക്ക് അവസരങ്ങളില്ലാതെ അവരുടെ കലയും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളൊക്കെ സപ്രസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ മൈക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു എളിയ ശ്രമമാണ് എൻ്റെത്. യാതൊരു വിധമായ മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. നമ്മളീ പറഞ്ഞതുപോലെ, പ്രകാശ് പറഞ്ഞതുപോലെ, ജീവിതത്തിൽ അരി മേടിക്കാനുള്ള കാശ് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ വൈബ് ക്രിയേഷൻ എന്ന് പറഞ്ഞത് ഒരു പോഡ്കാസ്റ്റ് കമ്പനി, അതായത് അവർക്ക് ഒരുപാട് പ്രൊഡക്ഷൻ വർക്കുകളുണ്ട്. വീഡിയോയും ഈ കാണുന്ന സെറ്റപ്പുകളും ഒക്കെ അവരുടേതാണ്. അവർക്ക് ധാരാളം വർക്കുകളൊക്കെ മറ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ജനറൽ സെക്രട്ടറി തന്നെ എൻ്റെ ആദ്യ പോഡ്കാസ്റ്റിൽ വന്നിരിക്കാൻ, അല്ലെങ്കിൽ താങ്കളുടെ, ഇനി ഔപചാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ കൂടെ ഇരുന്ന് എനിക്കിത് തുടങ്ങാൻ സാധിച്ചതിൽ നന്ദി. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.